നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഹരികൃഷ്ണൻ ബി. ഞാൻ റാഫ ആരാമ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡീഷ്യനാണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം തോൾസന്ധിയും വേദനയ്ക്കുള്ള കാരണങ്ങളും പരിഹാരങ്ങളുമാണ്. തോൾസന്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള ജോയിൻ്റ്, ഏറ്റവും കൂടുതൽ ചലനമുള്ള ഒരു ജോയിൻ്റാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, തോൾസന്ധി എന്ന് പറയുന്നത് ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റാണ്. അതായത് ഒരു ഗോളം ഒരു പരന്ന സോക്കറ്റിനകത്ത്, അതായത് ആഴം കുറഞ്ഞ സോക്കറ്റിനകത്ത് കിടന്ന് കറങ്ങുന്ന ഒരു ജോയിൻ്റാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ളത്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്നുള്ള നിലയിൽ ഈ ജോയിൻ്റ് തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഒരു പരന്ന സോക്കറ്റിനകത്തൊരു ബോൾ കിടന്ന് കറങ്ങുമ്പോൾ ആ സോക്കറ്റിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അത് തടയാൻ വേണ്ടി ശരീരത്ത് തോൾസന്ധിയെ പൊതിഞ്ഞുകൊണ്ട് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഒരു കട്ടിയുള്ള ഇലാസ്റ്റിക് പോലുള്ള ഒരു സ്ട്രക്ചറും അതിൻ്റെ കൂട്ട് തന്നെ കുറേ മസിലുകളും ലിഗമെൻസും ഒക്കെ കൊണ്ടാണ് ഇത് പൊതിഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ ഈ തോൾസന്ധിയിൽ ഉണ്ടാകുന്ന വേദന കൂടുതലും ഈ ക്യാപ്സ്യൂൾ, അതായത് ഈ സന്ധി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തുണ്ടാക്കുന്ന ഈ പേശികളിൽ നിന്നും ഉണ്ടാകുന്ന വേദനയാണ് കൂടുതലും. അല്ലാതെ നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ കൂട്ട് തേയ്മാനം സാധാരണഗതിയിൽ വരുന്ന ഒരു ജോയിൻ്റ് അല്ല ഈ തോളെന്ന് പറയുന്നത്, തോൾസന്ധി എന്ന് പറയുന്നത്. വളരെ അപൂർവമായിട്ട് മാത്രമേ തോൾസന്ധിയിൽ തേയ്മാനം വരാറുള്ളൂ, അതായത് തരുണാസ് നശിച്ചു പോകുന്ന അവസ്ഥ വരാറുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് കോമൺ ആയിട്ട് ഉള്ള വേദന ഉണ്ടാക്കുന്ന കാരണങ്ങൾ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഇംപിഞ്ച്മെൻ്റ് എന്ന് പറയും. അതായത് തോൾസന്ധിയിലെ ബോൾ അതിൻ്റെ മുകളിലുള്ള അക്രോമിയൻ എന്ന് പറയുന്ന അസ്ഥിയിൽ ഇടിച്ചിട്ട് നീര് കെട്ടുന്നൊരവസ്ഥയാണ് ഇംപിഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. അതിന് ഒരു 50% പേർക്കും അതാണ് വേദനയ്ക്ക് കാരണം. അത് സാധാരണഗതിയിൽ ആദ്യം റെസ്റ്റും മരുന്നുകളും കൊടുക്കുക, പിന്നീട് ഫിസിയോതെറാപ്പി ചെയ്യുക, ഇതൊക്കെയാണ് അതിൻ്റെ ചികിത്സാ രീതികൾ. രണ്ടാമത്തേന്ന് പറയുന്നത് ബഴ്സൈറ്റിസ്, അതായത് ഈ തോൾസന്ധിയിലെ ഈ ബോളിന് ചുറ്റും റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് മസിൽസ് ഉണ്ട്. ഇതേപോലെ തന്നെ ചലനം ഉണ്ടാക്കാനും അതിൻ്റെ കൂട്ട് തന്നെ ഈ തോൾസന്ധി സ്റ്റേബിളാക്കാനുമുള്ള ഒരു സ്ട്രക്ചറാണ് റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്നത്. അതിനെ പൊതിഞ്ഞുകൊണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്ന ഒരു സഞ്ചിയാണ് പഴ്സ എന്ന് പറയുന്നത്. അതിന് നീര് കെട്ടുന്ന അവസ്ഥ, അതിനും മരുന്നും ഫിസിയോതെറാപ്പിയും ഒക്കെയാണ് കൂടുതലും കൊടുക്കുന്നത്. അപൂർവമായ കേസിൽ ഈ ബഴ്സൈറ്റിസ് ആയാലും അല്ലെങ്കിൽ ഇംപിഞ്ച്മെൻ്റ് ആയാലും ചില കേസിൽ ഈ സബക്രോമിയൽ ഡീകംപ്രഷൻ എന്ന് പറയുന്ന ശസ്ത്രക്രിയ ചെയ്യാറുണ്ട് സിവിയർ കേസിൽ. അതായത് അക്രോമിയോൺ എന്ന് പറയുന്ന അസ്ഥിയിൽ ഈ ബോൾ കിടന്ന് ഇടിച്ചിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. അക്രോമിയോണിൻ്റെ താഴത്തെ ഭാഗം ചെറുതായിട്ട് മിനുസമാക്കി കൊടുക്കുകയും ഈ ബോളിന് കൂടുതൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി കൊടുക്കുന്ന ഒരു ചെറിയ ശസ്ത്രക്രിയയാണ്. അത് കീ ഹോൾ വഴി ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് സബക്രോമിയൽ ഡീകംപ്രഷൻ. അപൂർവമായിട്ട് വേണ്ടി വരാറുണ്ട്. മറ്റുള്ള വേദന ഉണ്ടാക്കുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു, റൊട്ടേറ്റർ കഫ്, അതായത് ഈ തോൾസന്ധിയുടെ ബോളിനെ കവർ ചെയ്ത് വെച്ചേക്കുന്ന മസിലുകളുണ്ട്, ചെറിയ മസിലുകളുണ്ട്. ആ മസിലിനാണ് റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്നത്. അത് ഏകദേശം 4 മസിലുകളുണ്ട്. അതിനകത്ത് മുകൾ ഭാഗത്തുള്ള സുപ്രാസ്പൈനേറ്റസ് എന്ന് പറയുന്ന ഒരു മസിലിന് ചെറിയ കീറലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വേദന, അത് ഈ അക്രോമിയൻ എന്ന് പറയുന്ന അസ്ഥിയിൽ കിടന്ന് ഇടിച്ചിട്ടാണ് കീറലുണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും കീറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സർജറി മാത്രമേ ഉള്ളൂ. അതായത് അത് രണ്ടറ്റവും തുന്നിപ്പിടിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രതിവിധി. പാർഷ്യൽ ടയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കീറലിൻ്റെ തോതനുസരിച്ച് ഒന്നുകിൽ നമുക്ക് മരുന്നുകളും ഫിസിയോതെറാപ്പിയും അല്ലെങ്കിൽ സർജറി തന്നെ വേണ്ടി വരും. പിന്നീട് തോളിനുണ്ടാകുന്ന വേദനയുടെ കാരണം എന്ന് പറയുന്നത് അപൂർവമായിട്ട് വരുന്ന ആമവാദം പോലുള്ള വാദങ്ങൾ, അതായത് അപൂർവമായിട്ട് തോളിലെ അസ്ഥി നശിച്ചു പോകുന്ന അവസ്ഥ. അതിലും മരുന്നുകളും ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ സന്ധി പൂർണ്ണമായിട്ട് നശിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്ധി മാറ്റിവെക്കുന്ന ഓപ്പറേഷനുകളാണ്. ഇത്രയാണ് തോൾസന്ധിയിൽ നിന്ന് വരുന്ന വേദന. അതിനോട് തോൾസന്ധിയോട് ചേർന്ന് തന്നെ മറ്റൊരു സന്ധിയുണ്ട്, അക്രോമിയോ ക്ലാവിക്കുലാർ ജോയിൻറ്റ്. അതിൽ നിന്നും ഇതേപോലെ വേദന വരാറുണ്ട്. അതാണെങ്കിൽ ഇതേപോലെ തന്നെ ആദ്യ തോതിൽ റെസ്റ്റും ഫിസിയോതെറാപ്പിയും അതിൻ്റെ കൂടെ തന്നെ മരുന്നുകളും, സിവിയർ കേസിൽ സർജിക്കൽ, അതായത് അക്രോമിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന സർജറിയാണ് ചെയ്യാറുള്ളത്. മറ്റുള്ള വേദനയുടെ കാരണം കഴുത്തിൽ നിന്നുള്ള വേദനയാണ്. ആ വേദനകൾ തോള് ചലിപ്പിക്കുമ്പോൾ വേദന കാണത്തില്ല, എന്നാൽ രോഗിക്ക് അവിടെ വേദന ഫീൽ ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള കേസിൽ അത് ഒരു ഡോക്ടറിന് പരിശോധിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മരുന്നുകളും കഴുത്തിൻ്റെ ലഘുവായിട്ടുള്ള വ്യായാമങ്ങളും ഒക്കെയാണ് കൂടുതലും വേണ്ടി വരുന്നത്.